ചോദ്യം. അതായത് നേരത്തെ റവന്യൂ വകുപ്പ് മന്ത്രി വന്നു, വീടിനകത്ത് കയറി പെൻസിൽ കൊണ്ട് വായിച്ചു. നൗഫൽ എന്താ തോന്നിയത്? എനിക്ക് തോന്നിയത് എന്തോ ഒരു കിളി പോയവരാണ് മൂപ്പര് ചെയ്തത്. അല്ല, സത്യം പറയാം. കാരണം ഈ മാർക്ക് ചെയ്തവിടെ, കറക്റ്റ് ലീക്കുള്ളവിടെ മാർക്ക് ചെയ്തവിടെ, അത് ഈ ഊരാലുകൾ ഉദ്യോഗസ്ഥന്മാരെന്നെ വന്നിട്ട് മാർക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഞാനൊന്നുമല്ല മാർക്ക് ചെയ്തത്. ഈ മാർക്ക് ചെയ്തത് ഈ മന്ത്രി വന്നിട്ട് ഈ മാർക്ക് മാത്രം വായിക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ചോദിക്കേണ്ട മന്ത്രി, ഞാൻ ഇവിടെ നിൽക്കണ്ട. എന്താ ഈ വീടിന്റെ ഉടമസ്ഥൻ, ഈ വീടിന്റെ ഉടമസ്ഥനാണ് ഞാൻ. യെസ്, അവിടെ നിർത്താം നമുക്ക്. ഈ വീടിന്റെ ഉടമസ്ഥനാണ് ഞാൻ എന്ന് പറയുന്നത് നൗഫൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഈ നൗഫലിന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഒപ്പം നിൽക്കുന്ന കോൺഗ്രസ്സുകാര് ആണ് ഒപ്പമുള്ളത് എന്നുകൊണ്ട് തന്നെ ചിരിക്കാൻ നമ്മുടെ രാജൻ മന്ത്രിക്ക് എന്തോ ഒരു കിളി പോയിരിക്കുന്നു, ഒരു മാനസിക രോഗമാണെന്ന് പറയുമ്പോൾ ഒപ്പം ചിരിക്കാൻ കുറച്ച് കോൺഗ്രസ്സുകാർ കൂടി ഉള്ളതുകൊണ്ട് ഞാനിനി നൗഫലിന്റെ രാഷ്ട്രീയമൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല, അത് വളരെ മോശമായിരിക്കും. പക്ഷെ എനിക്ക് ആ ഒരു കോൺഗ്രസ് പ്രസിഡന്റിന്റെ പുറകിൽ നിന്ന് ചിരിക്കുന്ന മാധ്യമങ്ങളോടും ഒപ്പം തന്നെ നൗഫലിനോടും എനിക്ക് പറയാനുള്ളത്, നൗഫൽ, നിങ്ങളിപ്പോ പറഞ്ഞത് നിങ്ങൾ ആ വീടിന്റെ ഉടമസ്ഥനാണ് എന്നാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യനാണ് താങ്കൾ അടക്കമുള്ള ഒരുപാട് പേർ. വളരെയധികം വേദനയുണ്ട് നിങ്ങൾ ആ നഷ്ടപ്പെടലില്, നഷ്ടങ്ങളില്. ഞങ്ങൾ മലയാളികൾ, ഞങ്ങൾ കേരളക്കാർ വളരെയധികം വേദനിക്കുന്നു. പക്ഷേ നിങ്ങളിപ്പോ പറഞ്ഞത് ഞാൻ ഈ വീടിന്റെ ഉടമയാണെന്നുള്ളതാണ്. എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. നൗഫൽ ഇപ്പൊ പരിഹസിച്ച കിളി പോയി എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യനില്ലേ, ആ മനുഷ്യനും ഇവിടുത്തെ പിണറായി വിജയനും ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരും ഇവിടുത്തെ ജനങ്ങളെല്ലാം കൂടിയാണ് നിങ്ങളെ ഇപ്പോൾ ആ വീടിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ആക്കിയത്. ഒരു വലിയ ദുരന്തത്തിന് പോയ അല്ലെങ്കിൽ അതിൽ പെട്ടുപോയ സാധാരണക്കാരായിട്ടുള്ള നൗഫൽ അടക്കമുള്ള ആളുകളെ ഓരോ വീടിന്റെയും ഉടമസ്ഥനാക്കുക എന്നത് തന്നെയാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ നയം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സംഗതി അവിടെ കിടക്കട്ടെ, വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് പറഞ്ഞു തരണം. എനിക്കിന്ന് വളരെ അത്ഭുതം ഉണ്ടാക്കിയ ഒരു ദൃശ്യമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. കണ്ടുനോക്കൂ. ഈ കടന്നു വരുന്നവരെല്ലാം കോൺഗ്രസ്സുകാരാണ്. ആ വീടിന് ഒരു വലിയ വിള്ളലുണ്ടെന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കുന്നതും കോൺഗ്രസ്സുകാർക്കാണ്. കോൺഗ്രസ്സുകാര് അത് വളരെയധികം ഗംഭീരമായിട്ട് വീക്ഷിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും കേൾക്കുന്നു, മന്ത്രിയേക്കാൾ നന്നായിട്ട് കേൾക്കുന്നു. ഇവരത് കേൾക്കണമെന്ന് തന്നെ ഞാൻ പറയുന്നേ. കാരണം ഇവരുണ്ടാക്കി കൊടുക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ ഇവരുണ്ടാക്കി കൊടുത്തതായ വീടിന് വന്ന വിള്ളലല്ല ഇവർ നോക്കാൻ പോയത്. മറ്റു ചിലർ, അങ്ങനെ തന്നെ പറയട്ടെ, മറ്റു ചിലർ ഉണ്ടാക്കി കൊടുത്ത ഒരു വീടിന്റെ വിള്ളലാണ് ഇവർ കാണാൻ പോയത്. നമുക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് മലയാളികൾക്ക്. ആരെങ്കിലും ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ മലയാളികളല്ലല്ലോ അല്ലേ? ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ എല്ലാം ഗംഭീരമായിരിക്കും, എന്നാലും പറയും ഇറച്ചങ്ങോട്ട് വെന്തിട്ടില്ല, ഫുള്ളടിച്ച് പീങ്ങിണ്ടാവും. എന്നാലും പറയും നമ്മള് ഇറച്ചങ്ങോട്ട് വെന്തിട്ടില്ല, അല്ലെങ്കിൽ പായസത്തിൽ ഉപ്പ് പോരാ എന്ന് പറയും അല്ലേ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കാറില്ലേ? ഇതേപോലെ ഒരു നാണവുമില്ലാതെ എനിക്ക് ഇവരുടെ തൊലിക്കട്ടിയിൽ എനിക്ക് ഭയങ്കര അത്ഭുതമുണ്ട്. കേരളക്കാരായിട്ടുള്ള നമുക്ക് അത്ഭുതം തോന്നണം. ഇവരെ പ്രഖ്യാപിച്ച വീടിന് കല്ലിട്ടിട്ട് ആ കല്ല് പോലും ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ് വസ്തുത അല്ലേ? ഈ കോൺഗ്രസ്സുകാര്, ഇദ്ദേഹം തന്നെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ്, ഇദ്ദേഹത്തിന്റെ പേര് ജനീഷ് കുമാർ എന്നാണ്, ഇദ്ദേഹം തന്നെ കുറച്ചു കാലം മുമ്പ് പറഞ്ഞ ഒരു വാക്കുണ്ട്, അതൊന്ന് നിങ്ങൾ കേൾക്കണം കേട്ടോ. അതിങ്ങനെയാണ്: ഞങ്ങൾ പ്രഖ്യാപിച്ച ഭവനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സേവന താല്പര്യത്തിന്റെ ഭാഗമായി ജനങ്ങൾ പ്രയാസം അനുഭവിക്കുമ്പോൾ അവർക്കൊരു അതല്ല, അത് KPCയുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവിലെ തീരുമാനമെടുത്തിരുന്നത് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അവിടെ പാർട്ടി സ്വയം ഒരു സ്ഥലം കണ്ടെത്തി വാങ്ങി. അപ്പൊ 7.5 ഏക്കർ സ്ഥലമാണ് അതിനുവേണ്ടി വാങ്ങിയിട്ടുള്ളത്. അത് മേപ്പാടി പഞ്ചായത്തിലാണ്.
അത് 7.5 ഏക്കർ സ്ഥലം വാങ്ങി അതിന്റെ കോണ്ടൂർ സർവേ കഴിഞ്ഞു. അതിന്റെ പിന്നെ നിയമപരമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം തീർത്തു. അതിനുശേഷം പിന്നെ അവിടെ ഇനി അതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് മാത്രമാണ് ബാക്കിയുള്ളത്. ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് അതിന്റെ പ്ലാൻ അലോക്കേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന്റെ പ്ലോട്ടുകൾ ഭയങ്കര സെറ്റപ്പ് ആണ് കേട്ടോ, സംബന്ധിച്ച് എല്ലാം വ്യക്തമാണ് ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അവരുടെ പ്ലാനും എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അവിടെ ഭവന നിർമ്മാണം ആരംഭിക്കും. അവിടെ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭവനവും നിർമ്മിക്കപ്പെടുന്നത്. അത് KPCCയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്തിട്ടുള്ള ശരി ആയിക്കോട്ടെ എന്ന് തീരും. അപ്പോൾ ആ സ്ഥലത്ത് നിർമ്മിക്കപ്പെടുന്ന വീടുകളിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭവനങ്ങൾ നിർമ്മിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പിന്നെ സമാഹരിച്ചിട്ടുള്ള 1,05,00,000 രൂപയിൽ വരുന്ന പണം വളരെ പെട്ടെന്ന് തന്നെ KPCC പ്രസിഡന്റിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി കൈമാറും. ആയിക്കോട്ടെ. ഇവര് ഇതിനൊപ്പം തന്നെ പറഞ്ഞൊരു ഡയലോഗായിരുന്നു, എപ്പോഴാണോ ഗവൺമെന്റ് വീട് വരുന്നത് അപ്പോൾ തന്നെ ഞങ്ങളും കൊടുത്തിരിക്കുമെന്ന പറഞ്ഞ്. ഗവൺമെന്റ് വീടൊക്കെ കൊടുക്കാറായി, ഈ അടുത്ത കാലത്ത് ചിലപ്പോൾ കൊടുക്കും, അതിൽ കയറി താമസിച്ചോളം പറയും. ഇതുവരെയായിട്ടും ഇവരന്ന് പ്രഖ്യാപിച്ച വീട് എവിടെ എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, കല്ല് പോലും ഇപ്പോൾ കാണാനില്ല. ഈ ചെങ്ങാതിയാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന വീടിന് വിള്ളലുണ്ടെന്നും പറഞ്ഞ് അത് നേരാക്കാൻ വന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എവിടെയെങ്കിലും ഉളുപ്പിന്റെ ഒരു അംശം വേണ്ടേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഉളുപ്പിന്റെ ഒരു അംശം വേണ്ടേ? ഇനി ഇതേ തന്നെ ഒരു അഭിപ്രായം കൂടി നിങ്ങൾ കേൾക്കണം. എനിക്ക് മനസ്സിലാകാതെ പോയത് രാജന് എന്ത് പറ്റിയെന്നുള്ളതാണ്. നമ്മൾ കണക്കാക്കിയിരുന്നത് അദ്ദേഹം വലിയ കുഴപ്പമില്ലാത്ത, വലിയ തകരാറില്ലാത്തൊരു മന്ത്രി എന്നാണ് കണക്കാക്കിയിരുന്നത്. പക്ഷെ ഇന്ന് അദ്ദേഹം രാവിലെ ഇവിടെ വന്ന് പിന്നെ പെട്ടെന്ന് ഡെസ്കിൽ കയറി നിന്ന് ഒരു കടലാസ് എടുത്ത്, എനിക്ക് തോന്നുന്നു സാൻഡ് പേപ്പറാന്നോ, എടുത്തിട്ട് പിന്നെ മാച്ചിട്ട് എനിക്ക് വിശ്വാസമായി ഇത് വിള്ളലല്ല എന്ന് പറഞ്ഞു. വിള്ളൽ അതിന്റെ നടുക്ക, അദ്ദേഹത്തിന്റെ കണ്ണടയുടെ ഗ്ലാസിന്റെ പവർ ഒന്ന് മാറ്റണം. വിള്ളൽ അതിന്റെ നടുക്കാണ്. അപ്പുറം ഇപ്പുറം വരച്ചത്, പേനയ്ക്ക് വരച്ചത്, ആ വിള്ളൽ മാർക്ക് ചെയ്താണ് അതിലെ പെൻസിൽ കൊണ്ട് വരച്ചത്. അത് മാച്ചിട്ട് ഇദ്ദേഹം പറയുന്നത് നമ്മള് അംഗീകരിക്കാം. കാരണം ഇദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്, പക്ക കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സുകാർ പറയുന്നതിന് നമുക്ക് അംഗീകരിക്കുക തന്നെ വേണം. കാരണം അവർ ചിലപ്പോൾ നിന്ന നിൽപ്പിൽ VD സതീശൻ ചേട്ടനെ പോലെ ഇപ്പൊ ഇരുട്ടാണെന്നും ഇപ്പൊ നല്ല പകലാണെന്നും സൂര്യൻ ഇപ്പോ അസ്തമിച്ചു എന്നൊക്കെയാണ് പറഞ്ഞാലും ചിലപ്പോൾ നട്ടുച്ചയ്ക്ക് അതൊക്കെ നമ്മൾ ചിലപ്പോൾ അതിനൊപ്പമുള്ള ആളുകളൊക്കെ വിശ്വസിക്കുമായിരിക്കും. നമ്മൾക്ക് വിശ്വസിക്കാനേ കുറച്ച് ഊളുള്ളതുകൊണ്ട് വേറെ ആരുടെയൊക്കെ പറഞ്ഞത് നമ്മൾ അതേ രൂപത്തിൽ ആളുകളോട്. പക്ഷേ ഗവൺമെന്റ് വളരെയധികം കഷ്ടപ്പെട്ട് കെട്ടിക്കൊടുത്ത ആ വീടിന്റെ ഉടമസ്ഥൻ ഇപ്പോഴത്തെ ഒരു മന്ത്രിയെ, അവർക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയെ ഇങ്ങനെ അപമാനിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര അധികം അത്ഭുതം തോന്നിപ്പോകുന്നത്. ഞാനിതിന് അത്ഭുതം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവഹേളിക്കുകയാണ് ആ ഒരു വീടിന്റെ ഉടമസ്ഥൻ. കേട്ടോക്കൂ. നൗഫലിനോടൊരു ചോദ്യം. അതായത് നേരത്തെ റവന്യൂ വകുപ്പ് മന്ത്രി വന്നു, വീടിനകത്ത് കയറി പെൻസിൽ കൊണ്ട് മായ്ച്ചു. നൗഫലിന് എന്താ തോന്നിയത്? എനിക്ക് തോന്നിയത് എന്തോ ഒരു കിളി പോയവരാണ് മൂപ്പര് ചെയ്തത്. അല്ല, സത്യം പറയാ. കണ്ടില്ലേ, അദ്ദേഹത്തിന് തോന്നിയത് നമ്മുടെ രാജ്യം മിനിസ്റ്റർക്ക് കിളി പോയി എന്നാണ്. അദ്ദേഹത്തിന് കിളി പോയി എന്ന് തോന്നാം, കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണെന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് തോന്നാം. എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരാ, താങ്കൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇന്ത്യ ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒന്ന് ആദ്യമാണ്. ഇങ്ങനൊരു വീടുണ്ടാക്കൽ, ഇങ്ങനത്തെ ഒരു ടൗൺഷിപ്പ് നിർമ്മാണത്തിലും ഇന്ത്യ ചരിത്രത്തിലും കേരള ചരിത്രത്തിലും ആദ്യമാണ്. താങ്കളൊപ്പം നിന്ന് ചിരിക്കുന്ന ആളുകളെല്ലാം താങ്കളെ തന്നെ സംഘടനയിൽപ്പെടുന്ന കരുണാകരന് വേണ്ടിയിട്ടുള്ള ഒരു സ്മാരകം പണി എത്രയോ കാലം മുമ്പ് പ്രഖ്യാപിച്ച് പൈസയും പിരിച്ചിട്ട് സ്മാരകത്തിന്റെ തറക്കല്ല് മാത്രമായിട്ട് എത്രയോ വർഷങ്ങളായെന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് ഒരു ഭരണ കൈയാളുന്ന CPM ഗവൺമെന്റ് കൃത്യമായിട്ട് ഒരു വർഷം കൊണ്ട് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും വീടുകളിലേക്ക് എത്തുന്നത്. മനസ്സിലായില്ലേ? ഇതൊരു വലിയ ബൃഹത്തായ പദ്ധതിയാണ്. ഇനി വിള്ളലുണ്ടോ എന്നാണ്. കൃത്യമായിട്ടും ഊരാളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചിലയിടത്ത് ചെറിയ ക്രാക്കുകൾ, വിള്ളലുകളുണ്ട്. പക്ഷേ അത് ആ കെട്ടിടത്തിൽ സ്വാഭാവികമായിട്ടും വരുന്ന വിള്ളലുകളാണ് എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ടാണ് അതിനെ ഞാൻ സ്വാഭാവികമായിട്ടുള്ള വിള്ളലുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആ ഒരു സ്വാഭാവികമായിട്ടുള്ള വിള്ളലുകൾ എന്നതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടും നിങ്ങൾ ഇതൊന്ന് കേട്ടാൽ മനസ്സിലാകും. വയനാട് ടൗൺഷിപ്പിലെ വീടിന്റെ മുകൾ വശം കോൺക്രീറ്റ് ചെയ്യുന്ന ആട്ടങ്ങൾ ഈ കാണുന്നത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ആലോചിക്കും, ഈ പണി കഴിഞ്ഞ വീടിന്റെ മുകളിൽ നിന്ന് പിന്നെയും കോൺക്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. അതിനൊരു കാരണമുണ്ട്, ഇതൊരു സംഭവമാണ്. അതെന്താന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഈ സംഭവം ഇവിടെ നടക്കുന്നത് വെച്ചാൽ ഇതിന്റെ പേരാണ് സ്ക്രീഡിംഗ് കോൺക്രീറ്റ്. അതായത് ഓൾറെഡി ടൗൺഷിപ്പിലെ വീടുകളുടെ മുകളിൽ ഒരു കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ മുകളിൽ ഒരു വാട്ടർ മുഴുവനൊന്ന് കേൾക്കണം കേട്ടോ.
ചെയ്യും, അതായത് വെള്ളം താഴോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ മുകളിൽ ചെയ്യുന്നത് 7 സെന്റിമീറ്റർ നീളത്തിൽ ചെയ്യുന്നതാണ് ഈ സ്ക്രീഡിംഗ് കോൺക്രീറ്റ്. ആദ്യം ചെയ്യുന്ന കോൺക്രീറ്റ് കഴിഞ്ഞ ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വീട് അങ്ങോട്ട് നിർമ്മിച്ച് അതങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക മാത്രമല്ല, ഇതൊരു ലോക മാതൃകയായിട്ട് ഈ വീടുകളെല്ലാം നിലനിർത്തണമെന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. വീടിന് ക്രാക്കുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നമ്മളൊക്കെ വസിക്കുന്ന വീടുകൾ വർക്ക് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ മഴയും വെയിലും വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചെറിയ കുഞ്ഞു കുഞ്ഞു വിള്ളലുകൾ, അത് സ്വാഭാവികമായിട്ടുള്ള ഒന്നാണ്. വീടൊന്ന് ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് ഇരിക്കുക എന്നൊക്കെ പറയും. അങ്ങനത്തെ സംഗതികൾ ഉണ്ടെങ്കിൽ അതുകൂടി റെക്ടിഫൈ ചെയ്ത് മാത്രമാണ് ഈ വീട് നൽകുകയുള്ളൂ എന്നുള്ളതാണ്. ആൾറെഡി ചെയ്തു കഴിഞ്ഞ വാർപ്പിന് മുകളിൽ കൂടി ഒരു തരത്തിലും ഇനി ഭാവിയിൽ ഒരു ലീക്കേജ് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു കോട്ടിങ് കൂടി കൊടുത്തിട്ടാണ് ഈ വീട് കൊടുക്കുന്നത് എന്നർത്ഥം. ഇതേപോലത്തെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തപ്പോൾ ഞാൻ എന്തോ മേയുകയാണ്, ഞാനെന്തോ തേക്കുകയാണ്, ഞാനെന്തോ മെഴുകുകയാണെന്നൊക്കെ കമന്റ് അടിച്ച് കുറെ പേരുണ്ട്. അവരൊക്കെ ഇതൊന്ന് കേൾക്കണം. 24 മണിക്കൂർ വെള്ളം നിറച്ചു വെക്കും. അപ്പൊ രണ്ടാമതായി എന്തെങ്കിലും ഭാഗം ചോർച്ചയുണ്ടോ എന്നറിയാനൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം വിവാദമൊക്കെ ഉണ്ടായ, ടൗൺഷിപ്പിൽ വിള്ളലുണ്ടായി താഴോട്ട് വെള്ളം വന്നതൊക്കെ പറഞ്ഞ വിവാദം ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് ആ ടെസ്റ്റ് നടത്തിയപ്പോൾ കണ്ടതാണ്. അത് പിന്നീട് അവർ പരിഹരിക്കാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട്. പിന്നീട് ഒരു ഡാം പ്രൂഫ് ടെസ്റ്റ് നടത്തും. ഈ സ്ക്രീഡിംഗ് കോൺക്രീറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെരിച്ചാണ് ചെയ്യുക കേട്ടോ. അതായത് വെള്ളം ഒരിക്കലും വീടിന്റെ മുകളിൽ കെട്ടി നിൽക്കില്ല. ഒരു സൈഡിലേക്ക് വന്നിട്ട് അവിടുന്ന് എന്താക്കും, താഴോട്ട് പോകുന്ന രീതിയിലേക്കാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ക്രാക്ക് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ ആ ടൗൺഷിപ്പിലെ വീടിൽ ഇങ്ങനത്തെ ഇത്തരത്തില് സ്ക്രീഡിംഗ് കോൺക്രീറ്റ് ചെയ്യാത്ത വീടാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പം അവിടെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാനും വിചാരിക്കുന്നു. ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതൊക്കെ പറഞ്ഞു തരാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട ഒന്നാണ്. എന്തായാലും കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടത് കിട്ടി എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. വേണ്ടത് കിട്ടി, ഇങ്ങനെയൊക്കെ തന്നെ വേണം. എത്ര തന്നെ നിങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവർക്ക് എന്ത് തന്നെ ചില ആളുകൾക്ക് ചെയ്തു കൊടുത്താലും അവസാനം ചോര തന്നെ കൊതുകിന് കൗതുകം. ബൈ.